ഹലോ, എന്തെല്ലുണ്ട്? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അപ്പക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവേനു. അപ്പോൾ ആട്ന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. ഉച്ചയ്ക്ക് ചോറുണ്ടേനു, സാമ്പാറുണ്ടേനു, ഇഞ്ചിക്കറി ഉണ്ടേനു, പിന്നെ അവിയലുണ്ടേനു, നാരങ്ങക്കറി ഉണ്ടേനു, പിന്നെ പാൽപ്പായസം ഉണ്ടേനു. മധുരം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് പാൽപ്പായസം കഴിച്ചില്ല. അപ്പോൾ ചോറെല്ലാം കഴിച്ച് പിന്നെ അമിഷവും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് എന്നിട്ട് കുപ്പായെല്ലാം മാറ്റിയിട്ട് നേരെ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കുറച്ച് കാലം മുമ്പേ വരെ ഭയങ്കര ചൈനീസ് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടേനു. പക്ഷേ ഇവിടെ ഇപ്പം ചൈനീസ് അല്ല മെയിൻ. വേറെ കുറച്ച് ഐറ്റംസാ. അപ്പോൾ അതിലൊന്ന് കഴിച്ച് പോയി കളിയാന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാനിവിടെ കയറിയത്. സ്പൈസി ലോഡഡ് ചീസി ചിക്കൻ ഫ്രൈസ് ആണ് ഈ സാധനം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് നല്ല ക്രീമിയാണെന്ന്. പിന്നെ ചെറുതായിട്ടൊരു സ്പൈസി ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു. 250 റുപ്യാണ് ആദ്യം കഴിച്ച സ്പൈസി ലോഡഡ് ചീസ് ചിക്കൻ ഫ്രൈസിൻ്റെ റേറ്റ്. വീണ്ടും ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഒരു ലോഡഡ് ഫ്രൈസ് തന്നെയാണ്. ഇത് സാധാരണ നോർമൽ ലോഡഡ് ഫ്രൈസ് ആണ്. 240 റുപ്പീസ്, 240 റുപ്യാണ് ഇതിൻ്റെ റേറ്റ്. ഇതും അതും കഴിച്ചിട്ട് ഏതാണ് ടേസ്റ്റ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം കഴിച്ച ആ ലോഡഡ് ഫ്രൈസ് ആണെന്നേ. പിന്നെ ഈ തീ ആക്കിയിട്ട് സെർവ് ചെയ്യുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് ഇൻഫ്യൂസ്ഡ് ചീസ് ക്രീമി ചിക്കൻ. ഭയങ്കര സോഫ്റ്റാകട്ടെ ഈ ചിക്കൻ. ഒന്ന് പിടിച്ച് പറിക്കാൻ നോക്കുമ്പോഴത്തേക്കന്നെ ചിക്കൻ ഇങ്ങോട്ട് കയ്യിലേക്ക് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. പിന്നെ അത് പതുക്കെ ആ ക്രീമി ചീസിലെല്ലാം മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുബൂസ് ആ ക്രീമിലും ചീസിലെല്ലാം നല്ലോണം കുതിർന്ന് പൊതിർന്നിട്ടും വരുന്നുണ്ട്. ഉഷ്! ഇതെല്ലാം കഴിക്കുമ്പോൾ എത്രയായിരിക്കും ഫാറ്റ് എൻ്റെ ഉള്ളിലേക്കെല്ലാം പോകുന്നുണ്ടാവുക അല്ലേ? ഓരോന്ന് ആലോചിക്കുമ്പം തന്നെ ടെൻഷനാവുന്നു. എന്തിനാ ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നു? വെറുതെ അനാവശ്യമായിട്ട്. പിന്നെ അധികം ആലോചിക്കാനൊന്നും നിൽക്കാണ്ട് ഒരു ക്രീമി ഇൻഫ്യൂസ്ഡ് ചീസ് ചിക്കനും കൂടി ഓർഡർ ചെയ്തു. ഇത് ഭയങ്കര സോഫ്റ്റ് ചിക്കൻ ആയിട്ടാണോന്നൊന്നും അറിയില്ല. ഒന്ന് തിന്നിട്ടൊന്നും എവിടെയും വയറ് നിറയാത്ത പോലെ. പിന്നെ ആ ക്രീമും ചീസും അവരെ ആ ഒരു സ്പെഷ്യൽ സോസും എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളിയാണ്. ഇതാണ് തീ പിടിച്ച രണ്ടാമത്തെ ഐറ്റം. ഇതൊരു സാധാരണ അൽഫാമാണ് കേട്ടോ. ഇവർ കൊടുക്കുന്ന സാധാരണ അൽഫാം 170 രൂപയാണ് ഒരു ക്വാർട്ടർ ചിക്കൻ അൽഫാമിൻ്റെ റേറ്റ്. അതിൻ്റെ കൂടെ ഒരു റുമാലി റൊട്ടി ഉണ്ടാവും. മസാലയെല്ലാം ഉണ്ടല്ലോ ചിക്കൻ്റെ അങ്ങ് ഉള്ളിൽ വരെ നല്ലോണം എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ആ വിളക്കുതിരി പോലത്തെ റുമാലി റൊട്ടി ഇതാ അൽഫാമിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിച്ചു നോക്കിയേ. ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായിട്ടെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഫ്ലേവർ ഉണ്ടല്ലോ, ആ മസാലയൊക്കെ വല്ലാണ്ട് സ്പൈസസിൻ്റെ ഫ്ലേവർ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിനി. അതിന് ശേഷം പിന്നെ തീ പിടിപ്പിച്ച ഈ ഐറ്റാണ് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഫ ചിക്കൻ. ഇതിന് ഇവർ കൊടുത്തിട്ടുള്ള പേര് ലിഫ പെരി പെരി ചിക്കൻ എന്നാ. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിക്കൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ്റെ മേലെയുള്ള ക്രീം പോലത്തെ സോസില്ലേ അത് ഇതാ ഇങ്ങനെ നല്ലോണം തുടച്ചെടുത്ത് വേണം കേട്ടോ കഴിക്കാൻ. ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലേവർ ആണോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു ടൈപ്പ് ഫ്ലേവറാണ്. അതായത് നമ്മളൊരു ക്രീമി ടെക്സ്ചറിലും വരുമ്പോൾ ഒരു ടൈപ്പ് ഫ്ലേവർ ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ഒരു സ്പൈസി ഫ്ലേവർ വന്നാൽ എങ്ങനെ ഉണ്ടാവുക? അതാണ് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഒരു നോർമൽ ഗ്രിൽ ചിക്കൻ വിത്ത് ഇവരുടെ ഒരു സ്പെഷ്യൽ റൈസാണ്. ഈ ഒരു ഗ്രിൽ ചിക്കൻ ഇവരിട്ടിരിക്കുന്ന പേര് ടൈഗർ ഗ്രിൽ ചിക്കൻ എന്നാണ്. എനിക്ക് തോന്നുന്ന ചിക്കൻ്റെ മേലെ ആ കറുത്ത ലൈനെല്ലാം വരുന്നതുകൊണ്ടായിരിക്കും. അപ്പം ടൈഗർ ഗ്രിൽ ചിക്കനും ഈ ഒരു ക്വാർട്ടർ റൈസിനും കൂടിയിട്ട് 210 റുപ്യാണ് റേറ്റ്. റൈസ് അൺലിമിറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്. ചിക്കൻ നല്ല സോഫ്റ്റ് ആട്ടാ. പിന്നെ പുറത്തുനിന്ന് നമ്മൾ സാധാരണ മസാല ഷവായെല്ലാം കഴിക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു ഗ്രിൽ ചിക്കൻ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവും. അങ്ങനത്തെ ഒരു സ്ട്രോങ് മസാലേൻ്റെ ഫ്ലേവറൊന്നും ഇതിന് എവിടെയുമില്ല. കുറേ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഇതിനൊരു മൈൽഡ് ഫ്ലേവറാണ്. പക്ഷെ എന്നാൽ ചെറുതായിട്ടുള്ളൊരു മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടാവും. വളരെ ലൈറ്റായിട്ടുള്ള. പിന്നെ ഈ റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് മന്തി റൈസിൻ്റെ ഫ്ലേവറല്ല, ചെറുതായിട്ടുള്ളൊരു മന്തി റൈസിൻ്റെ ഫ്ലേവർ എവിടെയോ ഫീൽ ചെയ്യും. പക്ഷെ അത് കറക്റ്റായിട്ട് ആ മന്തി റൈസിൻ്റെ ഫ്ലേവറിലോട്ട് എത്തിയിട്ടുമില്ല. അങ്ങനെ എത്തിക്കാണ്ടിരിക്കാൻ തന്നെയാണ് പോലും ഇവർ ഉദ്ദേശിച്ചതെന്ന് തന്നെയാണ് ഇവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ KFCൻ്റെ എല്ലാം ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ എല്ലാം ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാലുള്ള ഈ പെപ്പർ പോട്ട ഇതാണ് ഇവിടുന്ന് ഞാൻ കഴിച്ചതിൻ്റെ ടോട്ടൽ ബില്ല്. അങ്ങനെ അത് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഒരു സാലഡും കഴിച്ച് ഒരു കാപ്പിയും കുടിച്ച് എന്നിട്ട് പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി കയറിയിന്. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറി, മധുരല്ലേ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പാടനെ ആടുന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുണ്ട് നമ്മളെ പെരളശ്ശേരി ടീം വിളിക്കുന്നു. അതിനോട് ചെടിയല്ലേ, ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോകുന്നത് എന്നാൽ ഇങ്ങോട്ട് വാ, ഒരു ഹോം ബേക്കറി ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു കിറ്റ് തന്നിട്ടുണ്ട്, എന്നാൽ ഒരു ക്രിസ്മസ് ബോക്സ് തന്നിട്ടുണ്ട്, അതെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോഴാണ് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ബേക്ക് ഓഫ് കണ്ണൂർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് ഈ ഐറ്റംസിൽ ഉണ്ടാക്കിയത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുക്കി പൈ ഉണ്ടായിരുന്നു, ബ്രൗണി ഉണ്ടായിരുന്നു, പിന്നെ മാക്രോൺസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷുഗർ ഡയറ്റിലായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അവരെല്ലാം കഴിച്ചിന്. അവരെല്ലാം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. നിഷാദക്കൊക്കെ ഭയങ്കര സന്തോഷം കഴിച്ചു തരും. പരമാവധി ഞാൻ മധുരം കഴിക്കാണ്ടിരിക്കാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല പിടിച്ചൊക്കെ. മുത്തുവെല്ലാം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പം ഞാനും ഒന്ന് കഴിച്ചു നോക്കി കേട്ടാ. സംഭവം കൊള്ളേനു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ കുക്കീസും പിന്നെ മറ്റേ ബ്രൗണിയെല്ലാം ഉഷാറായിരുന്നു. പിന്നെ മുത്തു അത് എടുത്തിട്ട് കുറേ നേരം ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നല്ലോണം കട്ടിയായി.
അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും ഇതിന് ടെക്സ്ചറിലോ. സൂപ്പർ മസ്റ്റ് ട്രൈ. ടോപ്പാ ഇഷ്ടപ്പെട്ടില്ലേ? മറ്റോർക്ക് കൊടുക്ക്. കിട്ടുന്നില്ലത്. ഇങ്ങോട്ട് പോകാൻ കേട്ടോ, ഇങ്ങോട്ട് അടിപൊളിയല്ലേ? ഇങ്ങോട്ട്